ഹിന്ദുത്വ ഐഡിയോളജി അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമായിട്ടാണ് കാണുന്നത്. ഗോവാൽക്കറൊക്കെ പറഞ്ഞിട്ടുള്ളത് ശത്രുക്കൾ, ഇന്ത്യയുടെ ശത്രുക്കൾക്കെതിരായി നിങ്ങൾ പടപൊരുതണമെന്ന് ഹിന്ദുക്കളെ ആഹ്വാനം ചെയ്തവനാണ്. ആ ആഹ്വാനത്തിൻ്റെ തന്നെ പ്രതിധ്വനിയും അതിൻ്റെ തന്നെ പിന്തുടർച്ചയുമല്ലേ ഈ കാണിക്കുന്നതെന്ന് ഗൗരവമായി സംശയമുണ്ട്. കത്തോലിക്ക സഭയുടെ മുഖപത്രമായിട്ട് ദീപിക ദിനപത്രം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരിക്കലും കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല, കക്ഷി രാഷ്ട്രീയം പറയാറുമില്ല. കക്ഷി രാഷ്ട്രീയത്തിൽ മെത്രാന്മാരും വൈദികരും ഇടപെടരുതെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. മറിച്ച് ഒരു ആദർശപരമായ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനും രാഷ്ട്രീയ വിമർശനം നടത്താനും കത്തോലിക്ക സഭയുടെ പത്രങ്ങൾക്കും അതിൻ്റെ മാധ്യമങ്ങൾക്കും കഴിയണം. അതവർ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നതിൽ ആരും വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. അതാണ് സഭ ചെയ്യേണ്ടത്, സഭയുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. അത് ഷോൺ ജോർജോ, പി സി ജോർജോ ഒക്കെ ഇവിടെ ഇന്നുണ്ടായതല്ലോ, എന്തിനും ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കത്തോലിക്ക സഭയുടെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുള്ളവരുമാണ്. സിറോ മലബാർ സഭയുടെ മുൻ വക്താവും മുതിർന്ന വൈദികനുമായ ഫാദർ പോൾ തേലേക്കാടാണ് നമുക്കൊപ്പം ചേരുന്നത്. ഈ അടുത്തിടെ നടന്ന വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം നമ്മളോട് പ്രതികരിക്കും. അച്ഛാ, ആദ്യം തന്നെ ഈ FCR വിവാദം വരുന്നു. സഭ അതിനെ വലിയ തോതിൽ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ FCR ഭേദഗതി കൊണ്ടുവരുന്നത് അത് സഭാ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയുടെ സ്ഥാപനങ്ങളെ പിടിമുറുക്കാനുള്ള ഒരു ഒളിയമ്പാണ് എന്നങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ FCR പല രൂപതകളുടെയും പെർമിറ്റ് ക്യാൻസലാക്കിയിട്ടുണ്ട്. അത് റിന്യൂ ചെയ്യുന്നുമില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യം ചോദിക്കാൻ പോലും അവസരമില്ല. ഇത് ഒരു ഹിന്ദുത്വ ഐഡിയോളജി അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമായിട്ടാണ് കാണുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ക്രൈസ്തവ സ്ഥാപനങ്ങൾ പലപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആയിരക്കണക്കിന് സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഹോസ്പിറ്റലുകളും ആതുരാലയങ്ങളും സഭ നടത്തുന്നുണ്ട്. ഒരു സംശയമില്ല. ഈ നടത്തുന്നതെല്ലാം രാജ്യദ്രോഹ കുറ്റമാണോ? അത് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. രാജ്യത്തെ വികസിപ്പിക്കാനും ആളുകളെ പഠിപ്പിക്കാനും ആളുകൾക്ക് വൈദ്യസഹായം നൽകുന്ന ഈ സേവനത്തെ എങ്ങനെയാണ് ഇവർ കാണുന്നത്? ന്യൂനപക്ഷങ്ങളാണ് നടത്തുന്നതുകൊണ്ട് ഒരു രാഷ്ട്രത്തിന് വിരുദ്ധരാണോ? നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട, ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഗൗരവമായ പ്രശ്നം ഇത് അന്തർലീനമാണ്. ഈ കാഴ്ചപ്പാട് ഹിന്ദു RSSകാർക്ക് എല്ലാ അംഗീകാരങ്ങളും അവസരങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് ക്രൈസ്തവരും ന്യൂനപക്ഷങ്ങളോടും ഇത്രമാത്രം വിവേചനപരമായിട്ട്, ഇത്രമാത്രം ക്രൂരമായിട്ട് ഇത്തരം നടപടികളെ കാണുന്നു? അതിൻ്റെ ആ സ്ഥാപനങ്ങൾ ഇവർ പണം പറ്റുന്ന സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാനുള്ള വ്യവസ്ഥകൾ പോലും ഇതാണ്. അങ്ങനെ സ്ഥാപനങ്ങൾ കയ്യേറാനും സ്വന്തമാക്കാനും ഗവൺമെൻറ് എല്ലാം ഏറ്റെടുത്ത് സഭയെ ഇവിടുന്ന് ഇല്ലാതെയാക്കാനുമുള്ള ഒരു പരിപാടിയുടെ ആരംഭമായിട്ടാണ് ഞാനിതിനെ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ എന്ത് വിധ്വംസക പ്രവർത്തനമാണ് ക്രൈസ്തവർ കേരളത്തിലും ഇന്ത്യയിലും നടത്തിയിട്ടുള്ളത്? ആദിവാസികളെയും ഹരിജനങ്ങളെയും ഒക്കെ പഠിപ്പിക്കാൻ മുന്നോട്ട് വന്നു എന്നുള്ളതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം? അത് ഗൗരവമായി കാണേണ്ടതാണ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളെ ഇവിടെ അംഗീകരിക്കില്ല, ആദരിക്കില്ല, അതിനെല്ലാം ചവിട്ടിത്താഴ്ത്തി ഇല്ലാതെയാക്കും എന്ന വാശി ഹിന്ദുത്വ ഐഡിയോളജി ഉള്ളവർക്കുണ്ട്. ഗോവാൽക്കറൊക്കെ പറഞ്ഞിട്ടുള്ളത് ശത്രുക്കൾ, ഇന്ത്യയുടെ ശത്രുക്കൾക്കെതിരായി നിങ്ങൾ പടപൊരുതണമെന്ന് ഹിന്ദുക്കളെ ആഹ്വാനം ചെയ്തവനാണ്. ആ ആഹ്വാനത്തിൻ്റെ തന്നെ പ്രതിധ്വനിയും അതിൻ്റെ തന്നെ പിന്തുടർച്ചയുമല്ലേ ഈ കാണിക്കുന്നതെന്ന് ഗൗരവമായി സംശയമുണ്ട്. അതായത് ദേശീയ തലത്തിൽ BJP ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ഇപ്പോൾ പല ഭേദഗതികൾ കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഈ ഉത്തരേന്ത്യയിലേക്ക് കണ്ടതാണ്, ക്രൈസ്തവ സഭകളെ വേട്ടയാടുന്നത് കണ്ടതാണ്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിലും കേരളത്തിൽ ക്രൈസ്തവ സഭകൾക്കിടയിൽ ക്രൈസ്തവ സഭകളോട് ഒരു പാലമിടാൻ BJP ശ്രമിക്കുന്നതായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഏത് പാർട്ടിക്കും അവരുടെ ഐഡിയോളജി പ്രസംഗിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട്. ആളുകളെ കാണാൻ അരമനകളിൽ രാഷ്ട്രീയ പാർട്ടി കടന്നു വരുന്നതിനെക്കുറിച്ച് അവഹേളിച്ചിരുന്നവരാണ് അവർ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അവർ തന്നെ കേക്കുമായിട്ട് അരമനകളിലൊക്കെ കയറാറുണ്ട്. മെത്രാന്മാരെ കാണുക, അച്ഛന്മാരെ കാണുക. ഇതൊന്നും തെറ്റാണെന്നല്ല നമ്മൾ. ജനാധിപത്യത്തിൽ അതൊക്കെ ആവശ്യമായിരിക്കും. പക്ഷേ നമ്മൾ അതേസമയം ഈ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിൽ ക്രൈസ്തവ മിഷൻ തരത്തിലുള്ള ആതുര സേവനങ്ങളോട്, ആശുപത്രികളോട്, സ്കൂളുകളോട് ഉള്ള സമീപനത്തിൽ എന്താണ് ഒരു അന്തിപ്പതി,
ഒരു വിരുദ്ധമായ അതിന് അംഗീകരിക്കില്ല എന്ന ശക്തമായ ഒരു നിലപാട് അവരെടുത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഗൗരവമായ പ്രശ്നം. ജനാധിപത്യത്തിൽ മറ്റ് മതങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ കൊടുക്കാൻ അവർ തയ്യാറാണോ എന്ന് പരസ്യമായി പറയേണ്ട കാലമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കൾ നടത്തിയ ഒരു പരാമർശത്തിനെതിരെ ഇന്ന് ഹിന്ദു ഐക്യവേദി രംഗത്ത് വന്നിട്ടുണ്ട്. RV ബാബു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു രൂക്ഷമായ ഭാഷയിലാണ് താങ്കളെ വിമർശിക്കുന്നത്. അപ്പോൾ ഇത്തരം വിമർശനങ്ങളെ ഭയപ്പെടുന്നുണ്ടോ? വിമർശനങ്ങളെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകണം. വിമർശനങ്ങളിലൂടെയാണ് പരസ്പരം തിരുത്തുകയും പരസ്പരം സഹകരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. അത് ചീത്ത പറയലല്ല, അത് ആളുകളെ മെക്കിട്ട് കയറലല്ല, അത് പരുഷമായി തെറി പറയലല്ല, അതാകരുത്. അതാണ് ഇവിടെ ചിലരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും. ഞാൻ വിമർശനത്തെ കാണുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയുടെ ഭക്തി എന്നാണ്. പയറ്റി ഓഫ് തോട്ട്, അതാണ് ക്രിറ്റിസിസം. ആ ക്രിറ്റിസിസം ഏറ്റവും നല്ലതാണ്. അവിടെയാണ് രാഷ്ട്രീയത്തെയും വിമർശിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ വിമർശിക്കേണ്ടി വരുന്ന അവിടെയാണ്. ആ പ്രത്യയശാസ്ത്രം എല്ലാവരെയും ഉൾക്കൊള്ളുന്നില്ല, എല്ലാ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറില്ല എന്ന് ശാഠ്യത്തോടെ നിൽക്കുമ്പോഴാണ് അവരെ വിമർശിക്കേണ്ടി വരുന്നത്. ആ വിമർശനം ഈ രാജ്യത്തിൻ്റെ ഭാവിക്ക് അനിവാര്യമാണ്. വൈവിധ്യത്തിൻ്റെ ഏകത്വമാണ് ഇവിടെ നിലനിൽക്കേണ്ടത്. വൈവിധ്യങ്ങളെ എല്ലാം ഉഴുതുമറിച്ച് ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഏകാധിപത്യത്തിൻ്റെ ഏകശിലാരൂപത്തിലുള്ള എല്ലാത്തിനെയും ഒരുപോലെയാക്കുന്ന ശാഠ്യം നിലനിൽക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ഈ തിരഞ്ഞെടുപ്പ് സമയത്താണ് FCR ഭേദഗതി വരുന്നത്. അപ്പോൾ കേരളത്തിലെ BJP നേതാക്കന്മാരുടെ അടുത്തൊരു നിലപാട്, ഇതിൽ അവർ ചർച്ച നടത്തും, അല്ലെങ്കിൽ അവരുടെ മുതിർന്ന ഡൽഹിയിലുള്ള അവരുടെ നേതാക്കന്മാരൊക്കെയുമായി സംസാരിക്കുമെന്നായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ നമ്മൾ കാണുന്നത് ഈ രണ്ട് മുതിർന്ന BJP നേതാക്കൾ, അവർ നേരത്തെ മറ്റൊരു പാർട്ടിയിലുണ്ടായിരുന്നവരാണ്. ഈ ഷോൺ ജോർജും PC ജോർജുമൊക്കെ സഭയ്ക്കെതിരായും ദീപിക പത്രത്തിനെതിരായും ഒക്കെ രംഗത്ത് വരുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് മിണ്ടാതിരുന്നവർ തിരഞ്ഞെടുപ്പിന് ശേഷം സഭയ്ക്കെതിരെയും കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിനെതിരെയും ഒക്കെ സംസാരിക്കുന്നത് അങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? കത്തോലിക്ക സഭയുടെ മുഖപത്രമായിട്ട് ദീപിക ദിനപത്രം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരിക്കലും കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല, കക്ഷി രാഷ്ട്രീയം പറയാറുമില്ല. കക്ഷി രാഷ്ട്രീയത്തിൽ മെത്രാന്മാരും വൈദികരും ഇടപെടരുതെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. മറിച്ച് ഒരു ആദർശപരമായ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനും രാഷ്ട്രീയ വിമർശനം നടത്താനും കത്തോലിക്ക സഭയുടെ പത്രങ്ങൾക്കും അതിൻ്റെ മാധ്യമങ്ങൾക്കും കഴിയണം. അതവർ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നതിൽ ആരും വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. അതാണ് സഭ ചെയ്യേണ്ടത്, സഭയുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. അത് ഷോൺ ജോർജോ PC ജോർജൊക്കെ ഇവിടെ ഇന്നുണ്ടായതല്ലോ, എന്തിനും ഉണ്ടായിരുന്നല്ലോ. ഇവിടെ കത്തോലിക്ക സഭയുടെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുള്ളവരുമാണ്. അവിടെയൊക്കെ അതിൽ വളരെയേറെ വിമർശനത്തെ തിരിച്ചു വിമർശിക്കുന്നതല്ല തെറ്റ്, അതിനെ അപഹസിക്കുകയും അവമാനിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്യുന്ന നടപടിയല്ല ഉണ്ടാകേണ്ടത്. പക്വമായ രാഷ്ട്രീയം. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യം സാംസ്കാരികമായ മനുഷ്യരുടെ സാംസ്കാരിക ബോധത്തിൻ്റെ ലക്ഷണമാണ്. അത് ഭാഷയുടെ ലോകമാണ്. സംസ്കാര സമ്പന്നമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് രാഷ്ട്രീയം നടത്തേണ്ടത്. അത് പാർലമെൻറ്റാണ്, അസംബ്ലിയാണ്. അവിടെ മനുഷ്യരെ അപഹസിക്കുകയല്ല ചെയ്യേണ്ടത്. ആ ഭാഷയിലേക്ക്, സാംസ്കാരികമായ ഭാഷയിലേക്കാണ് PC ജോർജും മകനും ഒക്കെ എത്തിച്ചേരേണ്ടത്. അതെത്തിയില്ല എന്നുള്ള ദുഃഖമാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ ഒരു പ്രധാന ആരോപണം കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് വിളിച്ചു. PC ജോർജ് പറഞ്ഞത് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളിൽ വിളിച്ചിട്ട് കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാണ് അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. ഈ ബിഷപ്പുമാർ അല്ലെങ്കിൽ മെത്രാന്മാർ ഇങ്ങനെ പരസ്യമായ രാഷ്ട്രീയത്തിൽ ഇടപെടും, രഹസ്യമായ രാഷ്ട്രീയത്തിൽ ഇടപെടുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒപ്പം അങ്ങനെയല്ലെങ്കിൽ കൂടി വ്യക്തിപരമായി ഈ ബിഷപ്പുമാർ ചില സന്ദർഭങ്ങളിൽ BJPക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടില്ല, അത് ജനങ്ങളെ ഒരു വിധത്തിൽ സ്വാധീനിച്ചിട്ടില്ല? തീർച്ചയായും ഒരു കാലഘട്ടത്തിൽ BJPക്ക് അനുകൂലമായ ചില നിലപാടുകൾ ഈ മെത്രാന്മാർ തന്നെ എടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടവരെടുത്തു എന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടില്ല, ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞിട്ടുമില്ല. അതേസമയം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിൽ വൈദികരോ മെത്രാന്മാരോ സഭയോ ഇടപെടരുത് എന്ന് സഭയുടെ പ്രബോധനമാണ്. അത് പാലിക്കാൻ എല്ലാവർക്കും ബാധ്യസ്ഥതയുണ്ട്. അത് കാഞ്ഞിരപ്പള്ളിയിൽ ലംഘിച്ചോ എന്ന് എനിക്കറിയില്ല. അത് അവരാരും കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത്. വ്യക്തികളെന്ന വിധത്തിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാനായി ശ്രമിക്കണം. അതേസമയം ആദർശപരമായ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ പൗരാവകാശങ്ങളെക്കുറിച്ചും പൗരന്മാരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടിൻ്റെ വൈവിധ്യത്തെക്കുറിച്ചും
അതിൻ്റെ അതിൻ്റെ പര്യാപ്തതകളെക്കുറിച്ചും അതിൻ്റെ ബലഹീനതകളെക്കുറിച്ചും ഒക്കെ വിമർശനപരമായി എഴുതാനും പറയാനും കത്തോലിക്ക നേതാക്കന്മാർക്കും പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും കഴിയണം. അതാണ് പക്വമായ രാഷ്ട്രീയ പ്രവർത്തനം. അതിൽ കൂടുതലൊന്നും ദീപിക ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. ദീപികയുടെ അജണ്ടയിൽ കെ സി വേണുഗോപാൽ UDF ഇടപെടുന്നുണ്ട് എന്നങ്ങ് കരുതുന്നുണ്ടോ? അങ്ങനെയാണ് പ്രധാനമായൊരു ആരോപണം ഷോണും PC ഒക്കെ ഉന്നയിക്കുന്നത്. അതൊക്കെ പഴയ കാലത്ത് നമുക്കെല്ലാവർക്കും സത്യനിഷ്ഠമായ കാര്യങ്ങൾ പഴയ കാലത്തെ ക്രൈസ്തവർ മിക്കവാറും കോൺഗ്രസ്സുകാരായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷങ്ങളെയും എല്ലാ വൈവിധ്യങ്ങളെയും ആദരിച്ച് അംഗീകരിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്നുള്ളത് നമ്മളാരും നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഒരു പരിധിവരെ അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അത് അംഗീകരിക്കാൻ തയ്യാറാണോ BJP എന്ന ചോദ്യമാണ് മൗലികമായും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ക്രൈസ്തവർ ന്യൂനപക്ഷമാണ്. മറ്റ് മതവിഭാഗങ്ങളെ, ഹിന്ദുക്കളല്ലാത്ത മതവിഭാഗങ്ങളെ അംഗീകരിക്കാനും ആദരിക്കാനും തുല്യമായി പരിഗണിക്കാനും സാധിക്കാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിസന്ധിയായിട്ടാണ് ഞാൻ ഈ വിവാദങ്ങളെ കാണുന്നത്. അത് കാണാൻ സാധിക്കാത്തിടത്തോളം കാലം കേരളത്തിലെ ജനങ്ങൾ ഒരു വൈവിധ്യത്തെയും മറ്റ് മതങ്ങളെയൊക്കെ ആദരിക്കുന്ന ഒരു മനുഷ്യ സമൂഹമാണ്. ആ സമൂഹത്തിൽ ഇതുപോലുള്ള വർഗീയമായ ചിന്താഗതികളും ചേരിതിരിയുന്ന വൈവിധ്യത്തിൻ്റെ വെറുപ്പിൻ്റെയും സംസ്കാരവും അടിച്ചേൽപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടുകളും സ്വീകാര്യമാകുമോ എന്ന് അവർ തന്നെ ചിന്തിക്കേണ്ടതാണ്. RSSൻ്റെ ഐഡിയോളജി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ന്യൂനപക്ഷങ്ങളെ തീർത്തും അവഗണിക്കുന്ന അല്ലെങ്കിൽ വലിയ തോതിൽ ദ്രോഹിക്കുന്ന ഒരു ആശയമാണ് BJPക്കുള്ളതെന്നാണ് സഭ അല്ലെങ്കിൽ ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ ചിലപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ മെത്രാന്മാർ ചിലപ്പോഴെങ്കിലും BJPക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തിട്ടുണ്ടെന്ന്. ആ നിലപാടുകൾ തെറ്റിപ്പോയി എന്ന് ഇപ്പോൾ സഭയിലുള്ള ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പിറകിൽ ചില വ്യക്തിപരമായ താല്പര്യങ്ങളും ഒരു അരക്ഷിത ബോധമൊക്കെ ഉണ്ടായിരുന്നത് കാണാം. എന്നിരുന്നാലും ഒരു സെക്കുലർ ഇന്ത്യക്ക് വേണ്ടി, ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടി എല്ലാ മതങ്ങളെയും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും എല്ലാ ജനങ്ങളെയും വൈവിധ്യത്തോടെ അംഗീകരിക്കുന്ന ഒരു സമീപനത്തിന് വേണ്ടി സഭ എല്ലാ കാലവും നിലനിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില പാർട്ടികളോട് സഭയ്ക്ക് താല്പര്യം കൂടുതലുണ്ടായി എന്ന് ആളുകൾ ധരിക്കാൻ കാരണമായത്. ആ കാഴ്ചപ്പാട് ഇന്നും പുലർത്തുന്നുണ്ട്. അതാണ് ഇവിടെ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പൊതുവായ ഭാഷ, പൊതുവായ സംസ്കാരം, പൊതുവായ രാഷ്ട്രീയ ബോധം. അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് സഭയ്ക്കൊരു കൂടുതൽ മമതയുണ്ടോ താങ്കൾ പറഞ്ഞതുപോലെ? അങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ല. എല്ലാ പാർട്ടികളും ജനാധിപത്യത്തെ അംഗീകരിക്കുകയും ബഹുസ്വരതയെ ആദരിക്കുകയും വൈവിധ്യത്തെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു പാർട്ടി ആകുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അതാകാതെ ഹിന്ദുത്വ ഐഡിയോളജി എന്ന് പറയുന്നത്, ഹിന്ദുത്വ ഐഡിയോളജി ഒരു ഐഡിയോളജിയാണ്, ഹിന്ദുമതമല്ലത്. ഹിന്ദുമതത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. അതിനെ സ്വാധീനിച്ചത് ഹിന്ദുമതത്തിൻ്റെ ഉപനിഷത്തുകളോ വേദങ്ങളോ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അതിനെ സ്വാധീനിച്ചപ്പോഴും വൈദേശികമായ ഫാസിസ്റ്റ് ചിന്താഗതി ധാരകളാണ്. അതാരൊക്കെയാണെന്ന് ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. ചരിത്രം വായിക്കുന്നവർക്ക് എല്ലാവർക്കും അതറിയാം. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ ഐഡിയോളജി ആശയങ്ങൾ മാറ്റിവെച്ച് എല്ലാവരെയും ഉൾക്കൊള്ളാൻ തയ്യാറായാൽ BJPയെ സഭ അംഗീകരിക്കും, അല്ലെങ്കിൽ BJPയുമായും സഭ ഒരു വളരെ സൗഹൃദത്തിലേക്ക് എത്തുമോ? തീർച്ചയായിട്ടും എല്ലാം ഈ വൈവിധ്യങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ഒക്കെ അംഗീകരിക്കുന്ന ഒരവസ്ഥ BJPക്ക് ഉണ്ടായി വന്നാൽ അത് നല്ലതായിരിക്കും, അത് സ്വാഗതാർഹമാണ് എന്ന് എനിക്ക് പറയാനുള്ളത്. അത് സഭയും അത് സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.